ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ടോ? നമ്പറുകൾ, ചാർട്ടുകൾ, ടെക്നിക്കൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ്, ഇതൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ തിരഞ്ഞെടുക്കാൻ ഒരു ഫിനാൻഷ്യൽ ഡിഗ്രി ഒക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങി അതിൻ്റെ ഫണ്ട് മാനേജർ നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും ഒരു വാല്യൂ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ സിമ്പിൾ കാര്യം നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ഒരു ഫണ്ട് മാനേജർ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും മൂല്യം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു റേഷ്യോനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇൻഫർമേഷൻ റേഷ്യോ. അതെന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, മികച്ച ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ഈ റേഷ്യോനെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പുതിയ ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചാനൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ലെസൺസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ റേഷ്യോ. നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിക്കുമ്പോണ്ടല്ലോ, എന്താണത് എന്നതിനേക്കാൾ ഉപരി എന്തിനാണത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് ഫിനാൻഷ്യൽ ടേം നമ്മൾ പഠിക്കുവാണെങ്കിലും അതിന്റെ പ്രായോഗിക വശമാണ് മനസ്സിലാക്കേണ്ടത്, rather than the definition. അപ്പം എന്തിനാണ് ഇൻഫർമേഷൻ റേഷ്യോ? ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സുഹൃത്തും 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളുടെ നിക്ഷേപത്തിന് നിങ്ങൾക്ക് 50 രൂപ റിട്ടേൺസ് ലഭിച്ചു. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എത്രയായി? 1050 രൂപ അല്ലേ? അതേപോലെ നിങ്ങളുടെ സുഹൃത്തിനും 50 രൂപ റിട്ടേൺസ് ലഭിച്ചു. സുഹൃത്തിന്റെ കയ്യിലും 1050 രൂപയുണ്ട്. രണ്ടുപേർക്കും ലാഭം ഒന്ന് തന്നെ, സംശയമില്ലല്ലോ? ഇല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. എത്ര രൂപ റിട്ടേൺസ് കിട്ടുന്നു എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര റിസ്ക് എടുത്തിട്ടാണ് ആ റിട്ടേൺസ് കിട്ടി എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ 1000 രൂപ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടാണ് ഈ 50 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാര്യമായിട്ട് റിസ്ക് ഒന്നുമില്ല, ഒരു വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് 50 രൂപ കിട്ടി. പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് ഈ 1000 രൂപ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് 50 രൂപ റിട്ടേൺസ് ഉണ്ടാക്കിയതെങ്കിൽ ആരാണ് കൂടുതൽ റിസ്ക് എടുത്തത്? നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ വളരെ അൺസ്റ്റേബിൾ ആയിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കഴിഞ്ഞാണ് ഈ ഒരു റിട്ടേൺസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് ഇൻഫർമേഷൻ റേഷ്യോന്റെ പ്രസക്തി. ഒരു ഫണ്ട് എത്രമാത്രം റിട്ടേൺസ് നൽകി എന്ന് മാത്രമല്ല, എത്ര കാര്യക്ഷമതയോടെ ഒരു റിസ്ക് എടുത്താണ് ആ റിട്ടേൺസ് നൽകിയത് എന്നതാണ് ഇൻഫർമേഷൻ റേഷ്യോയിലൂടെ ഒരു ഇൻവെസ്റ്ററിന് അറിയാൻ സാധിക്കുക. ഇതെങ്ങനെ കൃത്യമായിട്ട് നോക്കണം, മ്യൂച്വൽ ഫണ്ടിന്റെ ഡാറ്റ എടുത്ത് എങ്ങനെ നോക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരും. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുന്നേ സംഭവം ഞാൻ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ ആ ഫോർമുലയും കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇൻഫർമേഷൻ റേഷ്യോന്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് ബെഞ്ച് മാർക്ക് റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സസ് റിട്ടേൺസ്. അതായത് ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. അതായത് ആ മ്യൂച്വൽ ഫണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയണ്ടേ, അത് റിട്ടേൺസ് തരുന്നുണ്ടോ എന്ന് അറിയണ്ടേ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുക്കാം. ലാർജ് ക്യാപ്പ് ഫണ്ടിൻ്റെ ഒക്കെ ബെഞ്ച് മാർക്കായിട്ട് മിക്കവാറും നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ് വരിക. അതായത് നമ്മൾ നിഫ്റ്റി 50 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം 1,00,000 രൂപ. അത് റിട്ടേൺസ് തരുമല്ലോ. അത് ആ കമ്പനീൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് റിട്ടേൺസ് കിട്ടും. അതേ 1,00,000 രൂപ നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ ഇടാണ്, ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ലാർജ് ക്യാപ്പ് ഫണ്ടിൽ ഇടാണ്. അത് ഇതിനെ ബീറ്റ് ചെയ്താലേ ഈ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പെട്ട് ഫീസും കൊടുത്ത് ഓരോ മ്യൂച്വൽ ഫണ്ട് നമ്മളൊരു ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇട്ട പൈസ ഒരു ഫീസ് അവർ ഈടാക്കും. ആ ഫീസൊക്കെ കൊടുത്ത് മ്യൂച്വൽ ഫണ്ട് ഇടുന്നതിനേക്കാളും ബെറ്റർ ഇൻഡെക്സിൽ ഇടുന്നതല്ലേ. അപ്പം എപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺസ് ബെഞ്ച് മാർക്ക് റിട്ടേൺസിനേക്കാളും ബീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതൽ റിട്ടേൺസ് തരാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ എന്താണ് പറയുന്നത്? പോർട്ട്ഫോളിയോ റിട്ടേൺസ് മൈനസ് ബെഞ്ച് മാർക്ക് റിട്ടേൺസ്. അതായത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് മൈനസ് ബെഞ്ച് മാർക്ക് റിട്ടേൺസ്, ആ മ്യൂച്വൽ ഫണ്ട് ഡിഫൈൻ ചെയ്ത ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സസ് റിട്ടേൺസ്. അതായത് ആ എക്സസ് റിട്ടേൺ എത്രമാത്രം അൺസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു അത് മെഷർ ചെയ്യുന്ന കാര്യമാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ എത്രമാത്രം അസ്ഥിരതയിൽ നിന്നാണ് നമ്മൾക്കൊരു റിട്ടേൺസ് ഈ ഫണ്ട് നൽകിയത് എന്നതാണ് ഇൻഫർമേഷൻ റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഉയർന്ന ഇൻഫർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് ബെഞ്ച് മാർക്ക് റിട്ടേൺ, ആ ഒരു ഇത് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. അതേപോലെ ഈ ഇൻസ്റ്റെബിലിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കണം? അതും കുറയണം. അതും കുറഞ്ഞാലാണ് നമ്മൾക്കൊരു കൂടുതൽ വാല്യൂ കിട്ടുക. അതായത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ബേസിക് മാക്സ്. ന്യൂമറേറ്റർ കൂടുമ്പോൾ IR റേഷ്യോ കൂടും, ഡിനോമിനേറ്റർ കുറയുമ്പോൾ IR റേഷ്യോ കൂടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസും എന്താണ് പറയുന്നത്? നമ്മളുടെ ഫണ്ട് ബെഞ്ച് മാർക്കിനെ മറികടക്കുന്നുണ്ട്, കുറഞ്ഞ അസ്ഥിരതയിലാണ്, അതായത് അധികം ചാഞ്ചാട്ടമൊന്നും ഇല്ലാണ്ട് ബെഞ്ച് മാർക്കിനെ മറികടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി IR റേഷ്യോ കുറവാണെങ്കിലോ പെർഫോമൻസ് കുറച്ച് ഷെയ്ക്കിയാണ്, നമ്മൾ എടുക്കുന്ന റിസ്കിന് അത്രയും വർത്തി ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായല്ലോ?
ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ണടച്ച് അത് മാത്രം കേട്ടാൽ മതി. ഒരു ഫണ്ട് എടുക്കുക, അതിൻ്റെ ഇൻഫോർമേഷൻ റേഷ്യോ നോക്കുക, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് അങ്ങോട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, നിങ്ങളൊരു ഫണ്ട് എടുത്തു, അതിൻ്റെ ഇൻഫോർമേഷൻ റേഷ്യോ ചെക്ക് ചെയ്തു, അതിൻ്റെ ഇൻഫോർമേഷൻ റേഷ്യോ 1 മുകളിലാണെങ്കിൽ അത് നല്ല ഫണ്ട്, അത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ല മികച്ച പ്രകടനം, വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാണ്ട് കാഴ്ചവെക്കുന്നുണ്ട്. ഇനി 0.5 to 1 ആണെങ്കിലും കുഴപ്പമില്ല, നല്ലത്, പരിഗണിക്കാവുന്ന ഫണ്ട്സ് ആണ്. ഇനി 0.5 താഴെയാണെങ്കിൽ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അതിന് വളരെയധികം റിസ്ക് എടുക്കേണ്ടി വരുന്നു ഈ ഫണ്ടിന്. ഓക്കെ, ഇനി നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ഇൻഫർമേഷൻ റേഷ്യോ ആണെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഫണ്ടിൻ്റെ പ്രകടനം മോശമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കളത്തിലിറങ്ങി കളിക്കേണ്ടത്? അപ്പോൾ ഈ റേഷ്യോ, എല്ലാ റേഷ്യോസിനെ പോലെയും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഫണ്ടുകളെ താരതമ്യം ചെയ്യാൻ, കുറച്ച് ഫണ്ട്സ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഏതാണ് മികച്ചത് എന്നത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന റേഷ്യോസിൽ ഒരു റേഷ്യോ ആണ് ഇൻഫോർമേഷൻ റേഷ്യോ. അപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ റേഷ്യോ വെച്ച് ഫണ്ട്സ് താരതമ്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർക്കുക, എപ്പോഴും ഒരേ കാറ്റഗറിയുള്ള ഫണ്ടിനെ എടുത്ത് താരതമ്യം ചെയ്യാം. അപ്പോൾ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്തിട്ട് വേറൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ, ഇപ്പോൾ ആക്സിസിൻ്റെ ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്ത് താരതമ്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി, ഫോർ എക്സാമ്പിൾ SBIൻ്റെ ലാർജ് ക്യാപ്പ് ഫണ്ടുമായിട്ട് താരതമ്യം ചെയ്യണം. അല്ലാണ്ട് ഒരു ലാർജ് ക്യാപ്പും ഒരു സ്മോൾ ക്യാപ്പും എടുത്ത് താരതമ്യം ചെയ്യരുത്. ഓക്കെ, അത് ഇറ്റ്സ് ലൈക്ക് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഒരേ കാറ്റഗറിയുള്ള ഫണ്ട്സ് സെലക്ട് ചെയ്തിട്ട് താരതമ്യം ചെയ്യുക, അതിൻ്റെ ഇൻഫർമേഷൻ റേഷ്യോ നോക്കുക, അതിൻ്റെ വാല്യൂസ് ഞാൻ പറഞ്ഞു, ആ വാല്യൂസിനനുസരിച്ച് അത് വിലയിരുത്തുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ ഇൻഫർമേഷൻ റേഷ്യോൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. അതായത് 1 വർഷത്തെ IR എടുക്കുക, 3 വർഷത്തെ IR എടുക്കുക, 5 വർഷത്തെ IR എടുക്കുക, 10 വർഷത്തെ IR എടുക്കുക, വാട്ട് എവർ ഡാറ്റ ഈസ് അവൈലബിൾ. ഇപ്പോൾ ഫണ്ട് ഇപ്പം 2 year old ഫണ്ടാണ്, അപ്പോൾ നമുക്ക് 3 year ഡാറ്റ കിട്ടൂല, 1 year ഡാറ്റയെ കിട്ടുള്ളൂ. ഫണ്ട് ഇപ്പോൾ 15 years old ആണെങ്കിൽ നമുക്ക് 10 year IR റേഷ്യോ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള IR റേഷ്യോ എടുത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു IR റേഷ്യോ ആണോ നമ്മൾക്ക് തരുന്നത് ഈ ഫണ്ട്, അത് വിലയിരുത്തണം. പക്ഷേ ഈ IR റേഷ്യോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുകയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്, ആ ഫണ്ടിന് നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് IR റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇങ്ങനെ റിട്ടേൺസ് കാണിച്ച് കബളിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ് അല്ലേ? ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ഒരു ഫണ്ട് നല്ല റിട്ടേൺസ് തന്നു എന്ന് കാണുമ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇത് കൊള്ളാം, അപ്പോൾ ഇപ്പം നല്ല റിട്ടേൺസ് തന്നൊരു ഫണ്ടാണ്, ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഷോർട്ട് ടേമിലേക്ക് പല ഫണ്ട്സും അതിൻ്റെ റിട്ടേൺസ് കാണുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിട്ടേൺസിനേക്കാളും ഉപരി നമ്മൾ നോക്കേണ്ടത് എത്രമാത്രം റിസ്ക് എടുത്താണ് ആ റിട്ടേൺസ് ഉണ്ടാവുന്നത് എന്നതാണ്. അപ്പോൾ പല ഫണ്ട്സും റിട്ടേൺസ് നോക്കിയിട്ട് നമ്മൾ ശരിക്കും അതിൻ്റെ റിസ്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിലൊരു സമ്പത്ത് വളർച്ച നൽകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സ്ഥിരമായിട്ട് നല്ല റിട്ടേൺസ് തരണം, ഹ്രസ്വകാലത്തേക്കല്ല, ഷോർട്ട് ടേമിലേക്കല്ല, ലോങ് ടേമിലേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് വേണം. അതായത് വിശ്വസനീയമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്ന ഒരു ഫണ്ട് നമുക്ക് തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ടൈം മ്യൂച്വൽ ഫണ്ട്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺസ് മാത്രം നോക്കാണ്ട് ഇൻഫർമേഷൻ റേഷ്യോയും കൂടി ചെക്ക് ചെയ്യുക. ഉയർന്ന സ്ഥിരമായിട്ടുള്ള ഒരു IR റേഷ്യോ ഒരു ഫണ്ടിന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണം സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലാണ്, ആ ഫണ്ട് മാനേജർ നമ്മൾ എടുക്കുന്ന റിസ്കിന് മൂല്യം തരുന്നുണ്ട് എന്നതാണ് അർത്ഥം. അപ്പം ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആംഫിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഇവിടെ ആംഫിൻ്റെ വെബ്സൈറ്റിൽ റിസർച്ച് ആൻഡ് ഇൻഫർമേഷനിൽ അതർ ഡാറ്റയിൽ ഫണ്ട് പെർഫോമൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്താം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു കാറ്റഗറിയിലെ ഫണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ലാർജ് ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 5 year ഇൻഫർമേഷൻ റേഷ്യോ കാണാം. ഡയറക്റ്റ് ഫണ്ട്സിനെ നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ റേഷ്യോ ഉള്ള ഫണ്ട് എന്താണ്? നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പും ICICI Prudential ലാർജ് ക്യാപ്പ് ഫണ്ടുമാണ്. അപ്പം അതാണ് 1 മുകളിലുള്ളത്, ബാക്കിയൊക്കെ 1 താഴെയാണ്. ഇതൊക്കെ കൺസിഡർ ചെയ്യാൻ നമുക്ക്. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ, മറ്റുള്ള റിസ്ക് റേഷ്യോസ് ഒക്കെ നോക്കാം. ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു സീരീസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 year ഇൻഫർമേഷൻ റേഷ്യോ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1 year ഇൻഫർമേഷൻ റേഷ്യോ, 3 year ഇൻഫർമേഷൻ റേഷ്യോ, 10 year ഇൻഫർമേഷൻ റേഷ്യോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 10 year എന്ന് പറയുമ്പോൾ എല്ലാ ഫണ്ട്സിനും വരണമെന്നില്ല. ഇപ്പോൾ 10 ഇതുണ്ടോ, ഇതിനൊന്നും 10 year ഇൻഫർമേഷൻ റേഷ്യോ ഇല്ലാത്തത് ഈ ഫണ്ട്സൊക്കെ 10 year ആയിട്ടില്ല ലോഞ്ച് ചെയ്തിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് 5 year ഇൻഫർമേഷൻ റേഷ്യോ എടുക്കാം. ഇതിൽ ടോപ്പിലുള്ളത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട്, ICICI Prudential ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. അപ്പോൾ ഈ എല്ലാ ഫണ്ട്സിൻ്റെയും ഈ ഇൻഫർമേഷൻ റേഷ്യോ ഇവിടെ കാണാം. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ നിപ്പോൺ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ 1 year, 3 year ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പം 5 yearൻ്റെ എത്രയാണ്, 3 yearൻ്റെ എത്രയാണ്? 3 year ആദ്യം ഫിൽറ്റർ ചെയ്യണം തോന്നുന്നു. ആദ്യം നമുക്ക് നിപ്പോണിൻ്റെ നോക്കാം. നിപ്പോൺ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഓക്കെ, നിപ്പോൺ ഫിൽറ്റർ ചെയ്തു. ഇതിൻ്റെ 1 year എത്രയാണ്? ഇതിന് എത്രയാണ്? 1.3. ഓക്കെ, 1 year ഇൻഫർമേഷൻ റേഷ്യോ 1.3 ആണ്. 3 year നോക്കാമല്ലോ.
3 ഇയർ നിപ്പോൺ. അതായത് നിപ്പോണിൻ്റെ ലാർജ് ക്യാപ് ഫണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. ഓരോ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒറ്റ ഫണ്ട്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആക്സിസിന് ഒറ്റ ലാർജ് ക്യാപ്പേ ഉണ്ടാവുള്ളൂ, SBIന് ഒറ്റ ലാർജ് ക്യാപ്പേ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടു 3 ഇയർ ഇൻഫർമേഷൻ റേഷ്യോ 1.91. 5 ഇയർ നമ്മൾ ഓൾറെഡി കണ്ടു. 10 ഇയർ ഉണ്ടോ? 10 ഇയർ ഉണ്ടോ നമുക്ക് നോക്കാം. 10 ഇയർ 0.36 ആണ്. അപ്പോൾ 10 ഇയേഴ്സിൽ നന്നായി തന്നത് ആരാന്ന് നോക്കാം നമുക്ക്. 10 ഇയറിൽ എല്ലാ ഫണ്ട്സിൻ്റെയും ഏകദേശം ഈ റേഞ്ചിലാണ് വരുന്നത്. മാക്സിമം പോകുന്നത് 0.5 ആണ്. അപ്പോൾ വി ക്യാൻ സ്റ്റിൽ കൺസിഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.